Hello everyone, this is Minha Parveen. And this is Fatima Salomia. Welcome to another episode of True Talks. നമുക്കിന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗസ്റ്റാണ് വന്നിട്ടുള്ളത്. ഷീ ഈസ് വൺ ഓഫ് എ ഫ്രണ്ട് മിസ് മുഹ്സിന ആൻഡ് ഷീ ഈസ് ഫ്രം ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐലൻഡ്. വെൽക്കം മുഹ്സിന ടു ദിസ് ന്യൂ എപ്പിസോഡ് ഓഫ് ട്രൂ ടോക്സ്. Thank you for inviting me as a guest. This is my pleasure to join with you. സോ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിനെ കുറിച്ചിട്ടാണ്. അവിടുത്തെ ഫുഡ്, കൾച്ചർ, ട്രഡീഷൻസ്, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Yeah, so then we'll begin with the introduction of your motherland. എൻ്റെ പേര് മുഹ്സിന. സോ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ല. ഐ അപ്പോളജൈസ് ഫോർ ദാറ്റ്. That's not a problem. You can use your comfort language. ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ്. സോ ഞാൻ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിൽ നിന്നാണ്. സ്പെസിഫിക്കലി ഐ എം ഫ്രം പോർട്ട് ബ്ലെയർ വിച്ച് ഈസ് എ ക്യാപിറ്റൽ ആൻഡ് ഇറ്റ് വാസ് റീസെൻ്റ്ലി നെയിംഡ് ആസ് ശ്രീ വിജയപുരം. സോ ഈ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ്, ഇത് ഡിഫറെൻ്റ് ഐലൻഡ് ആണോ അല്ലയോ എന്ന്. അല്ലേ? അതെ, കാരണം പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഒരേ ഐലൻഡ് ആണ്. ഐലൻഡാണെന്ന് തോന്നും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഓക്കെ, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ദി ബോത്ത് ബിലോങ് ടു ദി സെയിം ടെറിട്ടറി. ബട്ട് ആൻഡമാൻ ഐലൻഡ് നോർത്തേൺ പാർട്ടിലാണ് ആൻഡ് നിക്കോബാർ സദേൺ പാർട്ടിലാണ്. പിന്നെ ഞങ്ങളിവിടെ ഐലൻഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 572 ഐലൻഡ്സ് ഉണ്ട്. അതിൽ ഓൺലി 38 ഐലൻഡ്സ് ആണ് ഇൻഹബിറ്റഡ്. വാവ്, അറൗണ്ട് 572 ഐലൻഡ്സ് അവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് അതിൽ 38 ഐലൻഡ്സിൽ മാത്രം പീപ്പിൾ ഇൻഹാബിറ്റ് ചെയ്യുന്നുണ്ടാവുക? അത് അവിടുത്തെ ലൈക്ക് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ, പിന്നെ ക്ലൈമറ്റിക് കണ്ടീഷൻ, പിന്നെ ലാക്ക് ഓഫ് റിസോഴ്സസിൻ്റെ കാരണം അവിടെ അങ്ങനെ താമസമില്ല. അപ്പോൾ ശരിക്കും നിങ്ങൾ അവിടെ യൂസ് ആക്കുന്ന ലാംഗ്വേജ് ഏതാണ്? അവിടെ ഒഫീഷ്യലായിട്ടുള്ള ലാംഗ്വേജ് ഉണ്ടോ? അതെ, ഉണ്ട്. അവിടെ ഹിന്ദിയാണ് മോസ്റ്റ്ലി സ്പീക്ക് ചെയ്യാണ്. ലൈക്ക് ഒഫീഷ്യൽ ലാംഗ്വേജ് അവിടുത്തെ ഹിന്ദിയാണ്. പിന്നെ അവിടുത്തെ ആൻഡമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ മിനി ഇന്ത്യ. അപ്പോൾ എല്ലാ റീജിയൻസിലത്തെ ആൾക്കാരുണ്ട്. പിന്നെ അവരെ ലാംഗ്വേജ് അവർ യൂസ് ചെയ്യും, ലൈക്ക് തമിഴ്, തെലുഗു അങ്ങനെയൊക്കെ. പിന്നെ സോ ജസ്റ്റ് ലൈക്ക് ഇൻ ഇന്ത്യ യു വിൽ ഹിയർ മെനി ലാംഗ്വേജസ് ബീങ് സ്പോക്കൺ ഹിയർ. ഒരു മിനി ഇന്ത്യ തന്നെ അല്ലേ? അതെ, ശരിക്കും പറഞ്ഞാൽ ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു നാട് തന്നെയാണ്. അതെ അതെ. അപ്പം നിങ്ങളിങ്ങനെ മലയാളം പഠിച്ച്? മലയാളം എൻ്റെ ഉമ്മ ഇവിടെ കേരളത്തിൽ നിന്നാണ്. പിന്നെ ഞാൻ മാസ്റ്റേഴ്സ് ഇവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ മലയാളം അങ്ങനെ അറിയാം. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും അവിടെയൊക്കെ ഓരോ മലയാളികൾ ഉണ്ടാവും, നമ്മൾ കേൾക്കാറുണ്ട്. ഈ ഒരു ഐലൻഡിൽ നോക്കുകയാണെങ്കിലും ഇവിടെയും നമ്മൾ മലയാളീസ് എത്തിപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഈ ഒരു ആൻഡമാൻ ഐലൻഡിൽ മലയാളീസ് ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടാവുക? സോ മിന, ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ കേരളം ഭരിച്ചിരുന്ന സമയത്ത് മെയിനായിട്ട് മലബാർ റീജിയൺ അവിടെ ഉണ്ടായിരുന്ന മാപ്പിളകൾ, ഈ മാപ്പിളകൾ ബ്രിട്ടീഷ് റൂളിന് എതിരായിരുന്നു. അത് ഈ ബ്രിട്ടീഷുകാർക്കൊരു തെറ്റായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഇവരെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാണ് ആൻഡമാൻ നിക്കോബാറിലായിട്ട്. സ്ലേവ്സ് ആയിട്ടും അതുപോലെ തന്നെ പ്രിസണേഴ്സ് ആയിട്ടും ഇവിടുന്ന് ആൻഡമാനിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് മലയാളീസ് അവിടെ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതെ, ഈ ബ്രിട്ടീഷ് ടൈമിൽ ഞങ്ങൾ ഈ ആൻഡമാൻ ഐലൻഡ് പെനൽ കോളനീൻ്റെ പോലെ യൂസ് ചെയ്തിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ സെല്ലുലാർ ജയിലൊക്കെ. അതെ, നമ്മളെ മോഹൻലാൽ അഭിനയിച്ച അതെ, ആ കാലാപാനി. അതെ അതെ, അത് അവിടെ ലൈക്ക് ബ്രിട്ടീഷുകാർ ഹാർഷ് പണിഷ്മെൻറ്റൊക്കെ കൊടുത്തിരുന്നു പ്രിസണേഴ്സ്ക്ക്. അങ്ങനെ പിന്നെ അതിൻ്റെ ശേഷം അവരെ ഭരണം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ ജാപ്പനീസ് വന്നത് വേൾഡ് വാർ 2ൻ്റെ സമയത്ത്. പിന്നെ അവരെ ഭരണമായിരുന്നു കുറച്ച് കാലം അവിടെ ആൻഡമാനിൽ. പിന്നെ ഞങ്ങളെ ഫ്രീഡം ഫൈറ്റർ ആയ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഫസ്റ്റായിട്ട് ഇന്ത്യൻ ഫ്ലാഗ് ഞങ്ങളെ പോർട്ട് ബ്ലെയർ ആയ ക്യാപിറ്റലിലാണ് ഹോസ്റ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഇത്രയും ഒരു കൈക്കടത്തിൽ നിങ്ങളുടെ നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ഹിസ്റ്റോറിക്കൽ ലെഗസി അവർ വിട്ടുപോയിട്ടുണ്ടാവും. സോ വാട്ട് ആർ ദി റിമാർക്കബിൾ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് ആൻഡ് മോണുമെൻറ്റ്സ് ഇൻ ആൻഡമാൻ? അവിടെ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ചോദിക്കുകയാണെങ്കിൽ സെല്ലുലാർ ജയിൽ, നേരത്തെ പറഞ്ഞ പോലെ സെല്ലുലാർ ജയിലുണ്ട്, ജാപ്പനീസ് ബങ്കർ, റോസ് ഐലൻഡ്. സെല്ലുലാർ ജയിൽ ഫേമസ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ഫ്രീഡം ഫൈറ്റേഴ്സിന് ലൈക്ക് ഹാർഷ് ട്രീറ്റ്മെൻറ്റ് ഒക്കെ കൊടുത്ത ഒരു ജയിലാണ്. പിന്നെ ജാപ്പനീസ് ബങ്കർ ഉണ്ട്. റോസ് ഐലൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് ടൈമിൽ അവർ യൂസ് ചെയ്ത ഒരു ഐലൻഡാണ്. ഇറ്റ്സ് എ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ക്വാർട്ടർ. അതുപോലെ ഞാൻ ഈ റീൽസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ റോസ് ഐലൻഡ് ഭയങ്കര മാനുകളും അതേപോലെ പീകോക്സും, അതെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡാണ്.
പിന്നെ അവിടെ ജാപ്പനീസ് ഭരണമായിരുന്നു. ബ്രിട്ടീഷുകാരെ കാലം കഴിഞ്ഞിട്ട് ഈ വേൾഡ് വാർ 2ൻ്റെ സമയത്ത് ദേ യൂസ്ഡ് റോസ് ഐലൻഡ് ഫോർ മിലിറ്ററി പർപ്പസ്. പിന്നെ അവരവിടെ മോഡിഫൈ ചെയ്ത് ചേർച്ചസ് ഉണ്ടാക്കി അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ വേറൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ഭീതിയായിക്കൊണ്ട് ഒരു ബാരൻ ഐലൻഡ് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. സൗത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള വോൾക്കാനോസ് ഉള്ളത് ഈ ഒരു ബാരൻ ഐലൻഡിലാണെന്ന് പറയുന്നത്. അതെ. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ട്രൈബ് ഫാക്റ്റ് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ്ലി 4 ട്രൈബാണ് അവിടെ ഉള്ളത്. ജർവാസ്, ഓങ്കീസ്, നിക്കോബാരീസ്, സാന്റിനിലീസ്. അതിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് ജർവാസ് ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ ജർവാസും അതുപോലെ തന്നെ സാന്റിനിലീസും ഒക്കെ നമുക്ക് ഇൻ്റർനെറ്റിൽ കാണാൻ പറ്റും. അവർ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവർ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ലൈഫിന് വരെ ത്രെറ്റ് ആയിക്കൊണ്ടുള്ള ആൾക്കാരാണ് അവർ. അവർ ഭയങ്കര ഹാംഫുൾ ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് അവരുടെ ഒരു അവസ്ഥ? ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. പണ്ടൊക്കെ അവർ നമുക്ക് ഡേഞ്ചറസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് ഗവൺമെൻറ് എഡ്യൂക്കേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് അത്ര ഡേഞ്ചറസ് അല്ല. ഈ സാന്റിനിലീസും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ വേറെ ഐലൻഡിൽ ഐസൊലേറ്റ് ആയിട്ടാണ്. അവരോട് അങ്ങനെ കണക്ഷൻസ് ഇല്ല. സോ മൂസിന് പറഞ്ഞ പോലെ തന്നെ ആൻഡമാൻ ഒരു മിനി ഇന്ത്യ ആണല്ലോ. അപ്പോൾ കുറേ ഡൈവേഴ്സിറ്റി നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിനിപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ കൾച്ചർ, ട്രഡീഷൻ, എല്ലാത്തിനും ഒരു ഡൈവേഴ്സിറ്റി നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ സ്പെഷ്യലി എടുത്ത് ചോദിക്കുകയാണ്, ഈ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ് അവിടെ? എന്തെങ്കിലും സ്പെഷ്യൽ അല്ലെങ്കിൽ വെറൈറ്റി, അല്ലെങ്കിൽ ആൻഡമാൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫുഡാണ് മനസ്സിൽ വരുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അവിടെ മെയിനായിട്ടുള്ളത് സീ ഫുഡാണ് സ്പെഷ്യൽ എന്ന് പറയാൻ. പിന്നെ മിനി ഇന്ത്യ ആയ കാരണം നോർത്തേൺ പാർട്ട്, സദേൺ പാർട്ടൊക്കെ എല്ലാ റീജിയൻസിലെ ആൾക്കാരുണ്ടായ കാരണം മിക്സ്ഡ് ഫുഡ് അങ്ങനെ പറയാം. മെയിനായിട്ട് ചോദിക്കുകയാണെങ്കിൽ സീ ഫുഡ്, അതിൽ വരുന്നത് ഈ ഫിഷ് കറീസൊക്കെ ഉണ്ട്. പിന്നെ ലോക്കൽ ലാംഗ്വേജസിൽ അവിടുത്തെ ഫിഷിൻ്റെ നെയിംസ് പറയുകയാണെങ്കിൽ ടൂണ, സുർമൈ, അങ്ങനെയൊക്കെ ഫിഷുകളുണ്ട്. കുറേ വെറൈറ്റി പേരല്ലേ. ഇതിൻ്റെയൊക്കെ മലയാളം എന്താണെന്ന് അറിയോ? മലയാളം എനിക്കറിയില്ല. ഇത് ലോക്കൽ ലാംഗ്വേജിൽ എങ്ങനെ പറയൽ, നമ്മളെവിടെ കിട്ടുന്ന അതേപോലെ തന്നെ. അതെ അതെ. അതുപോലെ തന്നെ അവിടെ ട്രഡീഷണലി എന്തെങ്കിലും റീമാർക്സ് ഉണ്ടോ? അതെ, ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് എ മിനി ഇന്ത്യ. അപ്പോൾ എല്ലാ റീജിയൻസിലെ ആൾക്കാരില്ല കാരണം എല്ലാ കൾച്ചേഴ്സൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. പിന്നെ മെയിനായിട്ട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ട്രൈബൽസ് ഉണ്ട് അവിടുത്തെ. അവരെ ഒരു കൾച്ചറൽ ഡാൻസ് ലൈക്ക് നിക്കോബാരി ഡാൻസ് അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ആൻഡമാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരെ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ബീച്ചസ്, ഭയങ്കര ബ്ലൂയിഷ് ആണല്ലേ. അതെ അതെ. പിന്നെ ക്ലീൻ ഷോർ, ഇതൊക്കെയാണ് നമുക്ക് ആൻഡമാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ വരിക. അപ്പം എന്തെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതൊക്കെയാണ് അവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്? ടൂറിസ്റ്റ് സ്പോട്ടിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ലൈക്ക് ബീച്ചസ് ആണ് അവിടെ ഫേമസ് ആയിട്ടുള്ള. ലൈക്ക് ഹാവ്ലോക്ക് ഐലൻഡ് ഉണ്ട്, നീൽ ഐലൻഡ്, അങ്ങനെ. ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൊക്കെ നമുക്ക് കാണാൻ കഴിയും കുറേ ആൾക്കാർ ഹാവ്ലോക്ക് ബീച്ചിൻ്റെ അടുത്ത് നിന്നുള്ള ഫോട്ടോ ഒക്കെ. അതെ, അവിടെ ലൈക്ക് കുറേ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. അവിടെ ഫേമസ് ആയ ഒരു ബീച്ചുണ്ട്, രാധാനഗർ ബീച്ച്, എലിഫൻറ്റ ബീച്ചസ്, അങ്ങനെ കുറേ ബീച്ചസ് ഉണ്ട് അവിടെ കാണാൻ. അതേപോലെ തന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ ഇതുണ്ടല്ലേ. അതെ, സ്കൂബ ഡൈവിംഗ് ഒക്കെ പോലത്തെ, പാരാഗ്ലൈഡിങ്. അതെ അതെ. പിന്നെ അവിടെ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് നേരത്തെ പറഞ്ഞ പോലെ ഈ സെല്ലുലാർ ജയിൽ, പിന്നെ റോസ് ഐലൻഡ്, അങ്ങനെയൊക്കെ കാണാൻ പറ്റിയ സ്പോട്ടുകളുണ്ട് അവിടെ. സോ നമ്മളെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. സോ അതിന് മുമ്പ് ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി ചോദിക്കുകയാണ്. ആൻഡമാനിൽ പേഴ്സണലി വിസിറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? എന്നോട് പേഴ്സണലി അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഹാവ്ലോക്ക് ഐലൻഡ്, സ്വരാജ് ദ്വീപ് തന്നെ പറയും. ബിക്കോസ് ഞാനൊരു ബീച്ച് ലവറാണ്. അപ്പോൾ ഞാൻ അതിനെ ഫേവർ ചെയ്യും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഐലൻഡ്. സോ ഇന്നത്തെ നമ്മൾ ഈ ഒരു ലോങ് എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു മുഹ്സിന ഫോർ യുവർ വാല്യുബിൾ ടൈം ആൻഡ് ഹോപ്പ് എവ്രി വൺ എൻജോയ്ഡ് ദിസ് ആൻഡ് ഫോളോ ഫോർ വാച്ചിങ് മോർ വീഡിയോസ്.